ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു ട്രിപ്പിന് പോകാൻ പോവാണ്. എവിടെയാണല്ലേ? എവിടെയാണ് ടെസ നമ്മൾ ട്രിപ്പിന് പോകാൻ പോണത്? എവിടെയാ പോവാൻ പോണേ? പറ, വേം പറ, വേം പറ. ഇത് സമയായി. വിയറ്റ്നാമിലാണ് നമ്മള് അപ്പൊ പോവാൻ പോണത് അല്ലേ? അപ്പൊ നമുക്ക് വിയറ്റ്നാമിൽ ചെന്നിട്ട് ഇനി കണ്ടാലോ? അപ്പൊ വിയറ്റ്നാമിക്ക് പോയിട്ട് കാണാം. ടെസയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണോ സെക്കൻഡ് ഫ്ലൈറ്റ് ആണോ? ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്നാ പറയുന്നത്. അത് കാരണം ടെസ എക്സൈറ്റഡ് ആണോ അല്ലയോ? യെസ്, റിയലി എക്സൈറ്റഡ്. മീ ടു. ടെസയെ കൊണ്ട് പോകുന്നത് കാരണം ഞാനും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഗൈസ്. അപ്പം നമുക്ക് ടെസയുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പോകുന്നത് ബാങ്കോക്ക് then to ഹനോയ്. ബാങ്കോക്ക് ടു ഹനോയ്. ടെസയ്ക്ക് 2 ഫ്ലൈറ്റ് കയറാം. ഓക്കെ ഗൈസ്, അപ്പൊ ഫ്ലൈറ്റ് കയറാം. പിന്നെ തിരിച്ചു വരുമ്പോ കുറെ ഫ്ലൈറ്റ് കയറാം. അതാണ് ഗൈസ്. അപ്പൊ അത് നമുക്ക് നോക്കാം, ഇനി നോക്കാം എത്ര ഫ്ലൈറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ജേണി. അപ്പൊ ലെറ്റ്സ് ബിഗിൻ അവർ ജേണി. അപ്പൊ നമ്മൾ ടെസ്റ്റയുടെ കൂടെ നമ്മൾ വിയറ്റ്നാമിലോട്ടുള്ള ട്രിപ്പിലാണ്. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് കാണാം. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. തായ്ലൻഡ് എയർപോർട്ടാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ അവിടെ ഒരു നടത്തുവാണ് നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ തായ്ലൻഡ് എയർപോർട്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ജസ്റ്റ് ഷോട്ടുകളാണിത്. അതിനുശേഷം നമ്മൾ വിയറ്റ്നാമിലെത്തി. വിയറ്റ്നാമിൽ ഒരു ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു. ലേജാർഡ് എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇത് അവിടുത്തെ ഓൾഡ് വാട്ടർ സിറ്റിയിലുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. നല്ല കുഴപ്പമില്ലാത്ത 4 സ്റ്റാർ ഫെസിലിറ്റീസൊക്കെ ഉള്ള നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. അവിടെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. നമ്മളെ അവിടെ ഇരുത്തി. അങ്ങനെ നമുക്ക് വേറെ സ്നാക്സ് ഒക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്നാക്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്നാക്സ് നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കൊണ്ട പോലത്തെ ഇരിക്കുന്ന ഒരു ഉണ്ടയായിരുന്നു കേട്ടോ അത് പക്ഷേ ടേസ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതൊട്ടും നമ്മുടെ ചക്കൊണ്ടയായിട്ട് ഒരു യാതൊരുവിധ സാദൃശ്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അത് ഞങ്ങൾ കഴിച്ചുമില്ല. കാരണം അങ്ങനെയായിരുന്നു സംഭവം. പക്ഷേ പാളിപ്പോയി എന്ന് മാത്രമാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂംസുകളൊക്കെ. ഭയങ്കര ഭംഗിയുള്ള റൂമുകളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലെ റൂം നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അത് കാരണം ഞങ്ങൾ പുറത്തൊന്ന് സ്ട്രീറ്റ് വാക്ക് ചെയ്ത് നടന്ന് വരാമെന്നൊക്കെ കരുതി ഞങ്ങളിങ്ങനെ പുറത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അവർ നമ്മളെ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്തു. അത് റൂം അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ എന്തായാലും ഇറങ്ങിയില്ലേ എന്ന് കരുതിയിട്ട് നമ്മളത് പുറത്ത് സ്ട്രീറ്റ് വാക്ക് തന്നെ ചെയ്തിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിത് പുറത്തിറങ്ങിയപ്പോഴുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനും ആയിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ, അവിടെയൊക്കെ നമ്മുടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അടിപൊളി വാഹനങ്ങളൊക്കെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. വ്യത്യസ്ത രീതിയിലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബൈക്കുകളും ഒക്കെ ആണെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ. പിന്നെ അതുമാത്രമല്ല അവർ ഓടിക്കുന്നത് ഭയങ്കര സ്പീഡിലും ആയിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് എത്തിയപ്പോൾ റിക്ഷയിൽ കയറി, ഒരു സൈക്കിൾ റിക്ഷയിൽ കയറി റിക്ഷ സഫാരി നടത്താനൊക്കെ കരുതി ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഈ റിക്ഷയിലൊരു ഫാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൂളർ. അതായത് ഫാനൊക്കെ വെച്ച് നല്ല ഇതാക്കി തന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം നല്ല ചൂട് എന്ന് വെച്ചാൽ നാട്ടിൽ തന്നെ ക്ലൈമറ്റ് തന്നെയായിരുന്നു. ചൂടും മഴയും ഒക്കെ കലർന്നൊരു ക്ലൈമറ്റായിരുന്നു അവിടുത്തെ. അപ്പോൾ അത് ചൂട് നമുക്കധികം തോന്നിയില്ല. ഇങ്ങനെ ഫാനൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ സിറ്റി ടൂറായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങൾ ആദ്യം വന്നത് ചെക്ക് ഇൻ ചെയ്തത് ഹനോയിലാണ്. ഹനോയ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് സാധിച്ചു. അതിലെ ഓൾഡ് ക്വാർട്ടറിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഓൾഡ് ക്വാർട്ടർ സ്ട്രീറ്റിൽ ക്രാഫ്റ്റ് സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കരമായിട്ട് ഫേമസ് ആണ് ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി ഈ സ്ട്രീറ്റിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം സെയിലൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ നമുക്കതുപോലെ ഒരുപാട് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് അങ്ങനെ സ്ട്രീറ്റുകൾ കാണാനൊക്കെ സാധിച്ചു. ഇതിൽ ഫുള്ള് സ്ട്രീറ്റുകളാണ് ഗൈസ്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതാ വഴി എന്നുള്ളത്. ഒരുപാട് വഴികളുണ്ട് ഈ ഒരു സ്ട്രീറ്റിൻ്റെ അകത്ത് തന്നെ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ്, ഒരു 2-3 കിലോമീറ്റേഴ്സ് സഞ്ചരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് മെയിൻ സ്ട്രീറ്റിലോട്ട്, അതായത് മെയിൻ സിറ്റിയിലോട്ട് എത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചതും ഹോച്ചിമിൻ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. പണ്ടത്തെ പ്രസിഡൻ്റാണ് ഹോച്ചിമിൻ. ഹോച്ചിമിൻ സിറ്റിയൊക്കെ ഇവിടെ വിയറ്റ്നാമിലുണ്ട്. മെയിൻ സിറ്റിയാണ്, മേജർ സിറ്റിയാണ് ഹോച്ചിമിൻ സിറ്റി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോച്ചിമിൻ പ്രസിഡൻ്റ് ഇരിക്കുന്ന സമയത്തായിരുന്നു അമേരിക്ക വിയറ്റ്നാം യുദ്ധം വരികയും അതിൽ അമേരിക്ക തോൽക്കുകയും ചെയ്തു.
അങ്ങനെ ഇരുന്നത് കൊണ്ടാണ് ഹോച്ചിമിൻ സിറ്റി പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിറ്റി തന്നെ അറിയപ്പെടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചരിത്രങ്ങളെല്ലാം വായിച്ചെടുത്ത് നമ്മൾ മെയിൻ സിറ്റിയിലോട്ട് എത്തിച്ചേരുന്നതാണ്. പല തരത്തിലുള്ള നമുക്ക് വാഹനങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്കൂട്ടറുകളാണ് കേട്ടോ. അതായത് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറുകൾ തന്നെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും സ്പീഡിൽ പോകുന്ന സ്കൂട്ടറുകൾ ഒന്നും ഉണ്ടാവില്ല. ഇത് ബാറ്ററി സ്കൂട്ടറുകളാണ് കേട്ടോ. ഇതിൽ ഭൂരിഭാഗവും ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബാറ്ററി സ്കൂട്ടറുകളാണ്, എൻജിൻ സ്കൂട്ടറുകളല്ല. അങ്ങനെ നമ്മൾ ഇതേ ജംഗ്ഷനിലെത്തി. ഇവിടെ 2 സൈഡിലായിട്ട് ഷോപ്പുകളൊക്കെ ആയിരുന്നു. സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ടായിരുന്നു, അതുപോലെ സാധാ ക്രാഫ്റ്റുകൾ, അങ്ങനെ കുറേ ഡ്രസ്സ് ഷോപ്പ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായി. ഇവിടെ ഇതേ സ്റ്റാർ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് കേട്ടോ. ഇത് വിയറ്റ്നാമിൻ്റെ ഫ്ലാഗാണ്. ഇത് പല സ്ഥലങ്ങളിലും പല ഷോപ്പുകളിലും ഇങ്ങനെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. റെഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള യെല്ലോ സ്റ്റാർ കാണാനായിട്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലെ എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ വിചാരിക്കും ചെറിയ സ്ട്രീറ്റ് ആയതുകൊണ്ട് ചെറിയ വാഹനങ്ങളായിരിക്കും പോകാമെന്ന്. അല്ല, പക്ഷേ ഇവിടെ വലിയ വലിയ വാഹനങ്ങളും ഇതിലൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇന്നോവ പോലത്തെ അവിടുത്തെ വലിയ കാറുകളൊക്കെ പോകുന്നത് കണ്ടിരുന്നു. പിന്നെ ഇതുപോലെ ഡ്രസ്സുകൾ, പിന്നെ ലാൻഡേൺസ് ആണ് ഇവിടെ പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലാൻഡേൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. അത് വെള്ളത്തിൽ നമുക്ക് ഒഴുക്കി വിടാൻ പറ്റുന്ന ലാൻഡേൺസ് ഉണ്ട്, അതുപോലെ വീടിൻ്റെ മുന്നിൽ തൂക്കാൻ പറ്റുന്ന ടൈപ്പ് ലാൻഡേൺസ് ഉണ്ട്. ഇവിടുത്തെ വിളക്കുകളാണ് ഈ ലാൻഡേൺസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മളിത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് പല കളറിലും വ്യത്യസ്ത കളറിലൊക്കെ ആയത് കാരണം നമുക്ക് അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ സ്റ്റാറൊക്കെ ഇങ്ങനെ പോസ്റ്റർ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അവരുടെ ഫ്ലാഗ് ആണ് അവരതവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ടോയ് ഷോപ്പ് ഉണ്ടായി. ഒരു അടിപൊളി ടോയ് ഷോപ്പ്, നിറയെ ടോയ്സ് ആയിരുന്നു. അതായത് സോഫ്റ്റ് ടോയ്സ് ആയിരുന്നു ഇതിൽ കൂടുതലുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും ഇതുപോലെയുള്ള ടോയ് ഷോപ്പുകളും ഇവരുടെ സ്ട്രീറ്റുകളിലുള്ള ഇതുപോലത്തെ ടോയ്സുകളും. അതായത് ഇവർക്ക് മാർക്കറ്റ് തന്നെ വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു മാർക്കറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫുൾ ടോയ്സും സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകളും ഇവിടെ ഉണ്ടാവാം. കാരണം ഈ ഒരു മോഡൽ പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലും ഞാൻ പള്ളിപ്പെരുന്നാളിനൊക്കെ കണ്ടിട്ടുണ്ട്. സൈഡുകളിൽ ചെറിയ കുട്ടികളുടെ ടോയ്സുകളൊക്കെ, ചെറിയ ടോയ്സുകളൊക്കെ ഞാൻ ഒരുപാട് നാട്ടിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തത് എല്ലാ സ്ട്രീറ്റിലെ ഷോപ്പുകൾ നമ്മൾ കണ്ടു. ഒരുപാട് നല്ല ഭംഗിയുണ്ട്. അതായത് പല കളർഫുള്ളാണെന്ന് പറയാൻ പറ്റിയ സ്ട്രീറ്റിൽ പല സാധനങ്ങളും ഇരിക്കുന്നത് കാണാൻ തന്നെ. അപ്പോഴായിരിക്കുമല്ലോ നമ്മളെ പോലെ ആൾക്കാർ വരുമ്പോൾ പ്രത്യേകം അത് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിൽ അവർ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഷോപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ കളർ കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് എടുത്ത് കാണും, അത് ഒന്നെടുത്ത് നോക്കും. അപ്പം അങ്ങനെയായിരുന്നു നമ്മളുടെ യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ആൽക്കമിസ്റ്റ് എന്ന ഷോപ്പൊക്കെ കണ്ടു. അപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു തട്ടുകടയാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് തട്ടുകടകളൊന്നുമല്ല കേട്ടോ ഗൈസ്. അത് ഒരു ഷോപ്പ് എന്ന് വെച്ചാൽ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചിട്ടുള്ളത് കാരണം അത് പെട്ടെന്ന് പേര് കണ്ടപ്പോൾ എനിക്കതൊന്ന് ഞാൻ ഓർത്തെടുത്തതായിരുന്നു ഗൈസ്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടതേ നമ്മൾ അടുത്ത എന്നാൽ എത്തുന്നുമില്ല, ഒരുപാട് ദൂരം നമ്മൾ ഈ ഒരു റിക്ഷ സഫാരി ഉപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്തിരുന്നു. ഒരു 2-3 കിലോമീറ്റേഴ്സ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഏകദേശം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു അടിപൊളി ബൈക്ക് കണ്ടു, ഒരു സൂപ്പർ ബൈക്ക്, ഒരു ഹിമാലയൻ പോലത്തെ ഒരു ബൈക്ക്. പക്ഷേ ഫ്രണ്ട് കണ്ട വേറെ ഒരു കവാസാക്കിയുടെ ഫ്രണ്ടും ബാക്കിലൊരു ഹിമാലയൻ ലുക്കൊക്കെ ആയിരുന്നു ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സംഭവം കണ്ടതാണ്, ഈ ഒരു കുഞ്ഞ് സ്കൂട്ടർ. ഇതും ബാറ്ററി തന്നെ ആയിരിക്കാനാണ് സാധ്യതയുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. എവിടെയും നമുക്ക് പാർക്ക് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്കൂട്ടറായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ടൈപ്പ് സ്കൂട്ടർ കിട്ടുകയാണെങ്കിൽ നല്ല സൗകര്യപ്രദമായിരുന്നതിന് ഞാൻ അപ്പം ആലോചിച്ചു. പിന്നെ അതുപോലെ അങ്ങനെ പോയി നമ്മൾ ഒരുപാട് പേരൊക്കെ കണ്ട്, ഇവിടുത്തെ ആൾക്കാരുകളെ കണ്ടു. പിന്നെ സ്ട്രീറ്റ് നന്നായിട്ട് കണ്ടു. കുറേ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യത്യസ്ത രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിരുന്നു ഇവിടുത്തെ കണ്ടിരുന്നത്. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാ സ്ഥലവും നല്ല നീറ്റായിരുന്നു. കണ്ടില്ലേ, ഈ പറയുന്ന പോലെ നമ്മുടെ വലിയ ബസ്സുകളും ഒരു ഇതിൻ്റെ അകത്തുകൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ബൈക്കുകളും പോകുന്നുണ്ട്, ബസ്സുകളും പോകുന്നുണ്ട്. പക്ഷേ യാതൊരുവിധ പ്രശ്നവും ഇല്ല കേട്ടോ. ഇവിടെയുള്ളവരൊക്കെ ഭയങ്കര പ്രാക്ടീസ് ഉള്ളവരായ കാരണം യാതൊരുവിധ പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോൾ ആക്സിഡൻറ്റ് ആയേനെ എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെയുള്ള ഒരു സ്കൂട്ടറുകാരൊക്കെ പോകുന്നത് തൊട്ടില്ല എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ. ബസ്സുകളുടെയൊക്കെ കൂടെ ഭയങ്കര സ്പീഡിൽ പോകുന്നത് അത് ഭയങ്കര അത്ഭുതകരമായി തോന്നി. ഭയങ്കര രസമായിരുന്നു കാണാനൊക്കെ.
പിന്നെ അവർക്കെല്ലാം പ്രാക്ടീസൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പോകുന്നത് എന്നും ഞാൻ വിചാരിച്ചു മനസ്സിൽ വന്ന്. അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്ത് അടുത്ത ഒരു ജംഗ്ഷനും ക്രോസ് ചെയ്തു. ഈ സ്ട്രീറ്റിൽ കാണാൻ സാധിച്ചത് ക്രോഷയുടെ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അത് ഭയങ്കര ഭംഗിയായിരുന്നു. കുട്ടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതും കുട്ടികളുടെയാണ് കൂടുതലും കണ്ടത്. ഭയങ്കര ഭംഗിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ക്രോഷയുടെ ഡ്രസ്സുകളെല്ലാം ഭയങ്കര രസമാണല്ലോ, അതിൻ്റെ പാറ്റേണൊക്കെ. പിന്നെ നമുക്ക് കാണാൻ സാധിച്ചതാണ് ഈ ഒരു ഷോപ്പ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഷോപ്പാണെന്ന് തോന്നി. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു നല്ല ലുക്കൊക്കെ ഉണ്ട്. നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഷോപ്പിൻ്റെയൊക്കെ പോലത്തെ, പക്ഷേ ഇതിലും കൂടെ ലുക്കിലുള്ള ഒരു ഷോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതിൻ്റെ അകത്തൊന്നും നമ്മൾ കയറിയില്ല, നമ്മൾ കാരണം റിക്ഷ സഫാരിയാണല്ലോ, അപ്പോൾ അത് നമുക്ക് കയറാനായിട്ടൊന്നും സാധിച്ചില്ല. പിന്നെ ഇറങ്ങി കയറൊക്കെ ചെയ്യാം, പിന്നെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി അങ്ങോട്ട് പോയില്ല. അങ്ങനെ നമ്മൾ നേരെ മെയിൻ സിറ്റിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടാവുമെന്ന് കരുതി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മെയിൻ സിറ്റിയിലോട്ട് എത്തിയപ്പോൾ അതേ ഇവിടെ ഒരു ലേക്ക് സൈഡ് വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു കേട്ടോ. ലേക്ക് നല്ല ലേക്കായിരുന്നു. അതെന്ന് വെച്ചാൽ അതിന് ചുറ്റും അതായത് റോഡുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഫുൾ വേണമെങ്കിൽ കവർ ചെയ്ത് അങ്ങനെ പോകാമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ മലയാറ്റൂരൊക്കെ കാണുന്ന പോലത്തെ ഒരു തടാകം തന്നെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ അതൊരു സിറ്റിയുടെ നടുക്കുള്ളൊരു തടാകം എന്ന് മാത്രം നമുക്ക് വിശേഷിപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതി. കാരണം നമ്മളെ കൊണ്ടുവന്നാക്കിയ റിക്ഷയിലെ ആള് നമ്മളവിടെ ആക്കിയിട്ട് കൊണ്ട് തിരിച്ച് വിടാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മളവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ നമ്മളിത് കുറച്ച് ബൊഗെയിൻ വില്ലകളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചിട്ടോ. ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് നമ്മളൊന്ന് പകർത്തിയത് കേട്ടോ. അങ്ങനെ ഈ ലേക്കിന് ചുറ്റും നമുക്ക് വേണമെങ്കിൽ ഇതിന് ചുറ്റും നമുക്കിങ്ങനെ സഞ്ചരിക്കാനായിട്ട് ഉള്ള സ്പേസും വാക്കിംഗ് ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നമ്മളൊരു മെയിൻ ബിൽഡിംഗ് ഒക്കെ കണ്ടത്. അവിടെ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ളൊരു ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ റിക്ഷക്കാരൻ നമ്മളോട് പറഞ്ഞത് അത് ഹോച്ചിമിൻ ഇവിടുത്തെ പണ്ടത്തെ പ്രസിഡൻ്റ് ആയിരുന്നെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു അമ്പലം കാണാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷേ ആ അമ്പലത്തിലോട്ട് നമുക്ക് കയറിയില്ല. അവിടെയും നമുക്ക് കുറച്ച് സമയമൊക്കെ വേണം അവിടെ കയറി ചിലവഴിക്കാൻ. അപ്പോൾ അത് കാരണം നമ്മൾ അധികം അങ്ങോട്ട് പോയില്ല, ജസ്റ്റ് പുറമേ നിന്നൊക്കെ കണ്ടിട്ട് പോന്നു. പിന്നെ ഇവിടെ കുറേ സ്ട്രീറ്റിൽ കുറേ പേര് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വിയറ്റ്നാം ഹാറ്റ് ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു കേട്ടോ നമ്മൾ ഹോച്ചിമിൻ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ കാണാനുണ്ടത്. അപ്പോൾ അതൊരു ബിൽഡിങ്, അത് ചിലപ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും ബിൽഡിംഗ് ആയിരിക്കും, നമുക്ക് സാധിച്ചില്ല ശരിക്കും എന്താണെന്ന് നോക്കാൻ തന്നെ. അപ്പോഴാണ് ആംബുലൻസ് പോകുന്ന സൗണ്ടൊക്കെ കേട്ടത് കേട്ടോ. അതായത് കാറുകളുണ്ട്, അതിൽ നമുക്ക് തിരിച്ചു പോവാം, ഇതിലും പോവാം. അത് റിക്ഷ ആണെങ്കിൽ റിക്ഷ ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ സ്ട്രീറ്റ് വാക്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിയറ്റ്നാമീസ് തൊപ്പീസ് വെച്ചിട്ട് കുറേ പേര് നടക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവരുടെ തന്നെ വെറൈറ്റി തൊപ്പികളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് സ്ട്രീറ്റ് വാക്കായിരുന്നു കേട്ടോ നമ്മളിതിവിടെ ആസ്വദിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സോവനിയറൊക്കെ എന്തെങ്കിലും മേടിച്ചാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ കയറി. ഒരു ബാഗുകളുടെ ഷോപ്പായിരുന്നു, പല വെറൈറ്റി ബാഗുകളുണ്ട്. കുറേ സോവനീസ് കണ്ടു, പിന്നെ കുറേ തൊപ്പികളൊക്കെ കണ്ടു, പിന്നെ ചെറിയ ഹാൻഡ് ബാഗുകളൊക്കെ കണ്ടു. അതുമാത്രമല്ല താഴെ കുഞ്ഞു പേഴ്സ് ടൈപ്പ് ബാഗുകൾ കണ്ടു. പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് ടൈപ്പ് കുറച്ച് സാധനങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മൾ ഇവിടെ വിയറ്റ്നാമിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിച്ചതല്ലേ, പുറത്തോട്ടൊന്നും നോക്കി ഗൈസ്, നല്ല മഴയാണ് ഗൈസ്, നന്നായി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നല്ല വെയിലായിരുന്നു, ഉച്ചവരെ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഈവനിങ്ങോട് കൂടി ഇങ്ങനെ മഴയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും മഴയത്ത് കുടയൊക്കെ ചൂടിയിട്ടാണ് നിൽക്കുന്നത്. രണ്ട് ക്ലൈമറ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ക്ലൈമറ്റ് ആണ് ഇവിടെയും. ഇന്ത്യയിലെ ക്ലൈമറ്റ്, കേരളത്തിലെ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല മഴ അല്ലേ രസ, നല്ല മഴ, അടിപൊളി മഴ. നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വന്നേ. നാളെ ആകുമ്പോ ഞങ്ങൾക്ക് മോളിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളും കാണിച്ചു തരാൻ പറ്റേ. ഓക്കേ, ടെസയുടെ കുഞ്ഞു വ്ളോഗാണ് അതിന്റെ ഇടയിൽ കൂടെ കാണുന്നത്. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ലഗേജൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരെ വന്നത് ട്രെയിൻ സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഡ്രൈവറൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്യാബ് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി.
എത്തിയപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തോന്നി. കയറിയപ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ഏതൊരു വണ്ടർ തീമിലോട്ട് വന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്തു. രണ്ട് സൈഡിലും നിറയെ ഷോപ്പുകളായിരുന്നു. അതായത് നമ്മൾ ട്രെയിൻ പോകുന്നതിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ഒരുപാട് ഷോപ്സുകളുണ്ടായി, ഫുഡുകളുണ്ടായി. അതുമാത്രമല്ല കുറേ ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ ഇവരുടെ ഹാറ്റ്, ഇവരുടെ സ്പെഷ്യൽ ഹാറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, ബാഗുകൾ ഒക്കെ ആയിട്ട് ഇവിടെ ഈ സ്ട്രീറ്റ് ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു. സോവനേഴ്സ്, ഒരുപാട് സോവനേഴ്സ് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഇവിടെ കുഞ്ഞു കുഞ്ഞു സോവനേഴ്സ്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള കണ്ടില്ലേ ടേബിളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. പിന്നെ മുകളിലത്തെ നിലയിൽ കയറിയിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള ടേബിളും ചെയറൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് വലിയ ടേബിളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, കാരണം ട്രെയിൻ പോകുന്ന സമയമാകുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് സാധനങ്ങൾ അപ്പോൾ എടുത്ത് വെക്കേണ്ടി വരും. നമ്മൾക്ക് ഇപ്പോൾ ഇത്ര സ്പേഷ്യസ് ആയിട്ട് ഇരുന്നാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ഫുള്ള് എടുത്ത് അകത്തിട്ട് കയറ്റിയിട്ട് ആൾക്കാർ വരെ തള്ളി നീക്കിയെങ്കിൽ മാത്രമേ ട്രെയിനിന് പോകാനായിട്ട് പറ്റുള്ളൂ. ഈ ട്രെയിൻ വരുന്ന സ്ട്രീറ്റിൻ്റെ, അതായത് ട്രെയിൻ വരുന്ന ടൈം ആകുമ്പോൾ അവിടെ ഭയങ്കര തിരക്കുമായിരിക്കും. അതായത് വൈകിട്ട് 3 മണിക്കും വൈകിട്ട് 7 മണിക്കും ആണ് ഈ ട്രെയിൻ വരുന്ന ടൈം. അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു, ഒരു ഷോപ്പിൽ കയറി നമ്മളത് സെറ്റ് ചെയ്ത് നമ്മളവിടെ ഇരുന്നു. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ ഒരു പൂച്ച വന്നത്. പക്ഷേ ഈ പൂച്ചനൊക്കെ നമ്മുടെ നാട്ടിൽ തനി പൂച്ചയുടെ ലുക്കാണ് കേട്ടോ ഗൈസ്. ഒന്നും പറയാതിരിക്കാൻ വയ്യ, കാരണം വിയറ്റ്നാമി പൂച്ച എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. ആ ഒരു ടൈമായെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ കണ്ടത്. അപ്പോഴേക്കും ട്രെയിൻ കുറച്ച് നേരത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമുക്ക് ആ ഒരു ട്രെയിനിനെ ആ ഒരു സ്ട്രീറ്റിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ കാണാത്ത ഒരു കാഴ്ച തന്നെ എന്ന് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായില്ല. അവസാനം ഞാൻ തന്നെ ക്യാമറ തിരിച്ച് എൻ്റെ തന്നെ വീഡിയോ എടുക്കേണ്ടി വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായി. എന്തായാലും പോയതല്ലേ, വീഡിയോ എടുത്തല്ലേ എന്ന് കരുതിയിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. ഒരു 5 മിനിറ്റ് നേരം ഉണ്ടായി ഇത് ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞ്. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഈ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ടാറ്റ ബൈ ബൈ, സീ യു. വീണ്ടും കാണാം അടുത്ത വ്ളോഗുമായി.